അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട എൽദോസ് കുന്നപ്പള്ളി. പാർട്ടി തനിക്ക് അമ്മയെപ്പോലെയെന്നും പാർട്ടിക്കെതിരെ മത്സരിക്കില്ലെന്നും എൽദോസ് കുന്നപ്പള്ളി വ്യക്തമാക്കി. നാളെ മുതൽ പെരുമ്പാവൂരിൽ പാർട്ടിക്കായി പ്രചരണത്തിനിറങ്ങും. ചെറിയ പ്രായത്തിൽ പാർട്ടി തനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു. മോശം കാലത്ത് പാർട്ടിയെ തള്ളിപ്പറയാനില്ലെന്നും എൽദോസ് പറഞ്ഞു. നാളെ വൈകിട്ട് പെരുമ്പാവൂരിലെത്തും. എ.കെ. ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നോട് സംസാരിച്ചിരുന്നതായി എൽദോസ് പറഞ്ഞു. നാളെ എ.കെ. ആന്റണിയെ നേരിട്ട് കണ്ട ശേഷം പ്രചരണത്തിനിറങ്ങുമെന്നും എൽദോസ് വ്യക്തമാക്കി. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ ബി.ജെ.പി. CPM ഡീലുണ്ടെന്ന് ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പാലക്കാട് മണ്ഡലത്തിൽ CPM ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഇതിന്റെ ഭാഗമാണ്. പകരം 10 സീറ്റിൽ ബി.ജെ.പി. CPMനെ സഹായിക്കുമെന്നും സതീശൻ ആരോപിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമേശ് പിഷാരടി വിജയിക്കുമെന്നും വി.ഡി. സതീശൻ അവകാശപ്പെട്ടു. CPMന്റെ എല്ലാ ചരടുവലികളും UDFന് അറിയുന്നുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. CPIM വിട്ട പാലക്കാട് മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P.K. ശശി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. നേരത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഒറ്റപ്പാലത്ത് നിന്നും UDF പിന്തുണയിൽ മത്സരിക്കുന്ന P.K. ശശിക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിക്കാനാണ് തീരുമാനം. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ശശിയെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം. കുന്നംകുളം കാട്ടാങ്കാമ്പലിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ വീട് കയറി ആക്രമിച്ചു. സ്രായിൽക്കടവ് സ്വദേശി വെളിയത്ത് വീട്ടിൽ സുഗതന്റെ മകൻ സഞ്ജയ്ക്കാണ് പരിക്കേറ്റത്. 19 വയസ്സായിരുന്നു. ചിറയങ്കാട് സ്വദേശികളായ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ ബി.ജെ.പി. പ്രവർത്തകരാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ പെയിന്റ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കം നടന്നത്. സഞ്ജയ് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പത്തനംതിട്ടയിൽ വൻ തീപിടുത്തം. വടശ്ശേരിക്കരയിൽ പെട്രോൾ പമ്പിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. പമ്പിനോട് ചേർന്നുള്ള ടയർ കടയ്ക്ക് തീപിടിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി.